സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള അമാരയാണ്. രാവിലെ ഓടാനിറങ്ങിയതാണ്. കൂട്ടിനായിട്ട് അവളുടെ ഉപ്പയായിട്ടുള്ള ജലീലുമുണ്ട്. എന്നെ ഓടി തോൽപ്പിക്ക് എന്നൊക്കെ പറഞ്ഞ് ജലീൽ ഇപ്പോ അമാരയെ ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഓട്ടൊക്കെ അവസാനിപ്പിച്ച് അവരിപ്പോ വീട്ടിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ജലീലിന്റെ ഭാര്യയായിട്ടുള്ള ഖദീജ. അടുക്കളയിൽ പിടിപ്പത് പണിയിലാണ്. അമാരയുടെ സഹോദരിയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. പേര് റിഹാന. ഇവര് 4 പേർക്കും കൂടി കഴിക്കാനുള്ള മുട്ടയും ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളിൽ മിക്കതും നമ്മുടെ ജലീലും അമാരയുമാണ് അടിച്ചു കയറ്റുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ജയിലിൽ തന്റെ 2 മക്കളെയും സ്കൂളിലേക്ക് കൊണ്ടുചെന്നാക്കുന്നു. പോകാൻ നേരത്ത് ഇവർ രണ്ടുപേരും അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പെൺമക്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ സഹിക്കണം ഈശ്വര എന്നൊക്കെ ചുമ്മാ തമാശ പറയുകയാണ് ജലീൽ. ഇപ്പോൾ അമാരയ്ക്ക് എപ്പോഴും ആഗ്രഹം ഒരു നല്ല അത്ലറ്റ് ആയിട്ട് മാറാനാണ്. അവൾ അതിന് കഠിന പരിശ്രമം തന്നെ നടത്തുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. കോളേജിൽ നിന്ന് അവര് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനായിട്ടുള്ള ജലീല് മരണപ്പെട്ടിരിക്കുന്നു. വീട്ടിലേക്കെത്തിയ അമാരയ്ക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഇവർക്കിനി ആകെ ബാക്കിയുള്ള റിലേറ്റീവ് എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പനാണ്. ഉസ്മാൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. അങ്ങനെ ഉസ്മാന്റെ കൂടെ ഈ 3 പേരും ബെരമന്യാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. കാടിന് നടുവില് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം. ഗ്രാമത്തില് കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. പെട്ടെന്ന് ന്യായി എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയായ സ്ത്രീ ഒരു പാവയും വെച്ചുകൊണ്ട് ഇപ്പൊ ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടുകയാണ്. ഒരു വിധത്തില് ഈ ഒരു ഉസ്മാൻ അവരെ സമാധാനിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി വണ്ടി ഓടിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവരങ്ങനെ വീട്ടിലേക്ക് എത്തി. ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആൾക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോവൽ എഴുതുന്നതാണ്. അവിടെ ചുവരിലായിട്ട് ഒരു ഫോട്ടോ നമ്മുടെ അമാര കാണുന്നു. കാടിന് നടുവിലായിട്ടുള്ള ഒരു കിണർ. ഇങ്ങനെ ഒരു കിണർ കാട്ടിലുണ്ടോ എന്ന് അമാര ഉസ്മാനോട് ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ അതിനൊന്നും മറുപടി പറയാതെ ഇതാണ് നിന്റെ റൂം, അങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് ഈ റൂമിലേക്ക് അവളെ ആക്കുന്നു. ഒരു 2-3 വർഷം മുമ്പൊക്കെ ജലീലുമൊത്ത് ഇവിടെ എല്ലാവരും താമസിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. അന്ന് അച്ഛനുമൊത്തുള്ള ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ അമാര ഓർക്കുന്നു. എന്തെങ്കിലും സങ്കടം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുണ്ടി ഉപയോഗിച്ച് ഇങ്ങനൊരു ഡാൻസ് കളിച്ചാൽ മതി എന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. അവൾക്കിപ്പോ സങ്കടം വരുന്നുണ്ട്. അവൾ അതുപോലെ ഡാൻസ് കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കരച്ചിലാണ് വരുന്നത്. അമാരയ്ക്ക് അവളുടെ അച്ഛനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. വിഷമിച്ച ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബെഡിൽ ചുമ്മാ കിടക്കുകയാണ്. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. ഗ്രാമവാസികളിൽ പലരും എന്തൊക്കെയോ നേർച്ചയും മറ്റുമൊക്കെ അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഇപ്പൊ നമ്മുടെ അമാര ജനലിലൂടെ കാണുന്നുണ്ട്. അക്കൂട്ടത്തില് ഉസ്മാനും ഉണ്ടായിരുന്നു. തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഉസ്മാൻ പെട്ടെന്ന് ജനലിന്റെ അടുത്തേക്ക് നോക്കിയപ്പോ ഇവളാണെന്നുണ്ടെങ്കിൽ കർട്ടൻ മാറ്റിയിട്ട് അവിടെ ഒളിച്ചു നിന്നു. എല്ലാ ദിവസവും സൂര്യാസ്തമയ സമയത്ത് ഗ്രാമവാസികൾ വീടിന് പുറത്ത് നേർച്ച വെച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഈ ഒരു ഗ്രാമത്തില് പതിവാണ്. പക്ഷെ ഇതൊന്നും അമാരയ്ക്ക് അറിയില്ലല്ലോ. വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അമാരയാകട്ടെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഉസ്മാനോട് ചോദിക്കുന്നതുമില്ല. അപ്പോഴാണ് റിഹാന ഇവിടെ ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് ഉസ്മാനോട് ചോദിക്കുന്നത്. ഇല്ല മോളെ എന്നാണ് ഉസ്മാൻ മറുപടി പറയുന്നത്. അന്ന് രാത്രിയായപ്പോ റിഹാനയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ തന്റെ ചേച്ചിയായിട്ടുള്ള അമാരയുടെ അടുത്തേക്ക് അവൾ വന്നിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് കിടക്കുമ്പോൾ അമാരയുടെ അടുത്ത് റിഹാന ഒരു കാര്യം പറയുന്നുണ്ട്. ചേച്ചിക്ക് അച്ഛനെ മിസ് ചെയ്യാറുണ്ടോ? എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യാറുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് രാത്രിയായപ്പോൾ എന്തോ ഒരു പാട്ട് കേട്ടിട്ട് നമ്മുടെ അമാര എഴുന്നേറ്റ് നോക്കുമ്പോൾ അനിയത്തിയായിട്ടുള്ള റിഹാനയെ അവിടെ കാണാനില്ല. രാവിലെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു പെയിന്റിങ്ങിൽ കിണറിന്റെ അടുത്ത് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ രൂപത്തിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അവളെ മൊത്തം അവിടെ തെരഞ്ഞതിന് ശേഷം ആ ഒരു ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ ആ ഒരു രൂപത്തെ അവിടെ കാണാനില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ടുള്ള അമാരയാകട്ടെ ഒരു മരത്തിന് പുറകിലായിട്ട് പോക്കോങ്ങിന്റെ രൂപത്തിലുള്ള എന്തോ ഒരു പ്രേതത്തെ കാണുന്നുണ്ട്. പേടിച്ചു വിറച്ച അമാരയാകട്ടെ ഹാളിലേക്ക് പോയിട്ട് ആ ഒരു ഫോട്ടോയിൽ നോക്കുകയാണ്. ഇപ്പോ കിണറിനടുത്തായിട്ട് ആ രൂപത്തെ അവക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിലില് ഒരു കൊട്ടു കേൾക്കുന്നു. പേടിച്ചു വിറച്ച ഇവളാണെന്നുണ്ടെങ്കിൽ പയ്യെ വാതിൽ തുറന്നു നോക്കിയപ്പോ അത് അനിയത്തിയായിട്ടുള്ള റിഹാന ആയിരുന്നു. ഉറക്കം കിട്ടാഞ്ഞപ്പോ അവൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട്. ഉസ്മാനങ്ങള് നോവൽ എഴുതാനായിട്ട് ഇവിടെയാണ് ഇരിക്കാറുള്ളത്. രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബുക്കുകളും മറ്റൊക്കെ പരിശോധിക്കുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ അമാരയ്ക്ക് ഒരു കാര്യം അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ഗ്രാമത്തില് ഒരു ദുഷ്ടാത്മാവുണ്ട്. അതിന്റെ പേരാണ് ബെരിമാന്യാൻ. അതൊരു പഴയ കിണറിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് അതിനെ ആരോ അവിടെ തളച്ചു വെച്ചിരിക്കുകയാണ്. ഗ്രാമവാസികളെല്ലാം വൈകുന്നേരവും പ്രത്യേക തരത്തിലുള്ള ചടങ്ങുകൾ നടത്തുന്നത് തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരൊക്കെ വീണ്ടും കാണാനായിട്ട് ഈ ഒരു ബെരിമാന്യൻ സഹായിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അടുത്ത ദിവസം ഓടാനായിട്ട് പോയപ്പോൾ നമ്മുടെ അമാര കാടിന് നടുവിലായിട്ടുള്ള ആ ഒരു കിണർ കാണുന്നുണ്ട്. ഒരു നാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അവളോട് പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയി. അമാരയാകട്ടെ ആ ഒരു കിണറിന്റെ അടുത്തേക്കൊക്കെ പോയി നോക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾക്ക് പേടിയായി. അവൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. റിഹാനയും അമാരയും ഇവിടുത്തെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്നവരെ
അമാരെ സ്കൂളിലേക്ക് കൊണ്ടുചെന്നാക്കുന്നത് ഉമ്മയായിട്ടുള്ള ഖദീജയാണ്. ക്ലാസ് ടീച്ചറായിട്ടുള്ള റഷീദാകട്ടെ ഇപ്പൊ അമാരയെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അമാര ചെന്നിരുന്നപ്പോ തന്നെ അവളെ പരിചയപ്പെടുന്നത് ഈ ഒരു ക്ലാസ്സിലെ കാട്ടുകോഴിയായിട്ടുള്ള റിയാനാണ്. അതിനുശേഷം മുട്ടിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അമാരയെ പരിചയപ്പെടുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഉമ്മയും കാത്തു നിൽക്കുകയാണ് അമാര. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കാട്ടുകോഴിയായിട്ടുള്ള റിയാൻ വന്നിട്ട്, ഞാൻ വേണമെങ്കിൽ നിന്നെ വീട്ടിലേക്ക് ആക്കാം, നീ എന്റെ കൂടെ പോരുന്നോ? അയ്യോ വേണ്ടായേ എന്ന് നമ്മുടെ അമാരയും പറഞ്ഞു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഉമ്മയായിട്ടുള്ള ഖദീജ കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖദീജ മകളെ ശകാരിക്കുന്നത്. നീ പഠിക്കാനല്ലേ പോകുന്നത്, കണ്ണി കണ്ടവന്മാരോട് വർത്താനൊന്നും പറഞ്ഞു നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ അമാരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവള് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് തന്നെ പോകുന്നു. പക്ഷേ റൂമിലേക്ക് എത്തിയിട്ടും അവൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. 2 റൗണ്ട് ഓടാന്ന് വിചാരിച്ച് അവളങ്ങനെ ആ ഒരു വീടിനടുത്തുള്ള കാട്ടിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കും. ഇവരന്ന് ഈ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ കണ്ട ന്യായി എന്ന് പറയുന്ന ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. മരിച്ച ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ വീണ്ടും കാണാനായിട്ട് ഈ ബെരിമാനിൻ എന്ന് പറയുന്ന ദുഷ്ടാത്മാവ് സഹായിക്കുമെന്ന് നമ്മുടെ അമാരയ്ക്ക് മനസ്സിലായി. ഇനി പറയേണ്ടത് ആ ഒരു ബെരിമാനിനെ എങ്ങനെ വിളിച്ചു വരുത്താം അല്ലെങ്കിൽ ആ റിച്വൽ എങ്ങനെ നടത്താം എന്നാണ്. ഉസ്മാൻ അങ്കിളിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇവളാകട്ടെ അതൊക്കെ ഫോണിൽ പകർത്തുന്നു. ആ മന്ത്രങ്ങളൊക്കെ ആയിട്ട് ഇവൾ നേരെ പോകുന്നത് ആ ഒരു കാട്ടിലേക്കാണ്. തന്റെ അച്ഛനോട് സംസാരിക്കണം, അച്ഛനെ വീണ്ടും കാണണം, നല്ല രീതിയിൽ അവൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അമാര ആ ഒരു മന്ത്രവിധി പ്രകാരം ആ കിണറൊക്കെ തുറന്ന് അതിന് ചുറ്റിലുമായിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഈ ഒരു ബെരിമാനിൻ എന്ന് പറയുന്ന ദുഷ്ടാത്മാവിനെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇവളുടെ ഉപ്പയായിട്ടുള്ള ജലീല് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നെക്ലസ് ഇപ്പോൾ കിണറ്റിലേക്ക് ഇടുകയാണ് അമാര. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പേടിച്ചു വിറച്ച അമാരയാകട്ടെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അതിനുശേഷം അമാരയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി. രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അമാരയുടെ അനിയത്തിയായിട്ടുള്ള റിഹാന ഇപ്പോൾ അവളോട് പറയുന്നുണ്ട്, ചേച്ചി എന്താ കുളിച്ചില്ലേ, ഒരുമാതിരി സ്മെല്ലുണ്ടല്ലോ. പോകുന്ന വഴിയിൽ എല്ലാ ഗ്രാമവാസികളും അവർ ഇന്നലെ നേർച്ചയ്ക്കായിട്ട് വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇപ്പോൾ കറുത്ത നിറത്തിൽ ആയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ അമാരയെ നോക്കുന്നത്. സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അമാരയുടെ ഉമ്മയായിട്ടുള്ള ഖദീജ അവളെ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അതോടുകൂടിയിട്ട് ഉമ്മയോട് അവൾക്കിപ്പോ നല്ല ദേഷ്യമുണ്ട്. ഒരമ്മയും 2 മക്കളും നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ അവള് അമ്മയുടെ മുഖത്ത് മാത്രം കുത്തിവരയ്ക്കുന്നു. ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് അങ്ങ് വീട്ടിലിരിക്കുന്ന നമ്മുടെ ഖദീജയാണ്. പുള്ളിക്കാരി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നിട്ട് ഖദീജയെ ഒറ്റയടിക്ക് വലിച്ചഴിച്ച് ആ ഒരു കോണിപ്പടിയിലൂടെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഖദീജയുടെ ദേഹത്ത് എന്തോ തരത്തിലുള്ള ഒരു പ്രേതം കയറിയിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞ അമാരയ്ക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ലാത്തത് ഉണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ബെരിമാനിൻ എന്ന് പറയുന്ന ആ ഒരു ദുഷ്ടശക്തി വന്നിട്ട് തീർത്ത് കളയാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന അമാരയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് മുട്ടുന്നു. അവൾ അപ്പം തന്നെ ബാത്റൂമിലേക്ക് ഓടിപ്പോയിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് അമാര ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അമാര നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ വിളിക്കാൻ വരാത്തതുകൊണ്ട് തന്നെ റിയാന്റെ കൂടെ ബൈക്കിലാണ് ഇപ്പൊ വീട്ടിലേക്ക് അവൾ യാത്ര തിരിക്കുന്നത്. നാട്ടുകാരിൽ പലരും ഇപ്പോഴും നമ്മുടെ അമാരയെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. റിയാനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇവളിപ്പോ വീട്ടിലേക്ക് നടന്നു പോകുന്ന ആ വഴിയിൽ വെച്ച് തന്നെ ന്യായി എന്ന് പറയുന്ന ആ ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീയെ വീണ്ടും അവൾ കാണുന്നു. ഈ സന്ധ്യ നേരത്ത് നീ എന്തെടുക്കാ പെണ്ണെ ഇവിടെ? ബെരിമാനിന് ഇറങ്ങാനുള്ള സമയമായി, പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോ. ഇവള് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഉസ്മാൻ അങ്കിളിനെ കാണുന്നു. ഉസ്മാൻ അങ്കിള് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉമ്മയ്ക്ക് വയ്യ, നീ വേഗം അകത്തേക്ക് ചെല്ല്. ഖദീജയുടെ മുഖത്തൊക്കെ നല്ല പരിക്കുണ്ടായിരുന്നു. ആരോടും സംസാരിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടിൽ എല്ലാവരും പരസ്പര വിരുദ്ധമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അന്ന് രാത്രി തന്റെ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അമാര. പെട്ടെന്ന് ആ ഉമ്മയെ എന്തോ തരത്തിലുള്ള ഒരു ശക്തി ഉപദ്രവിക്കാൻ വരുന്നത് അവൾ നേരിട്ട് കാണുന്നു. ഇത് കണ്ട അമാരയാകട്ടെ ഉച്ചത്തിൽ അലറി. അതോടുകൂടിയിട്ട് റിഹാന വന്നിട്ട് ലൈറ്റ് ഇട്ടു. പിന്നീട് നോക്കുമ്പോൾ ആ ഒരു പ്രേതത്തെ അവിടെ കാണാനുമില്ല. നിനക്ക് എന്താണ് പറ്റിയതെന്ന് റിഹാന ഇപ്പോൾ നമ്മുടെ അമാരയോട് ചോദിക്കുന്നു. വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഇപ്പൊ അമാരയ്ക്ക് മനസ്സിലായി. താൻ അന്ന് ചെയ്ത ആ ഒരു റിച്വലിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇതൊക്കെ സംഭവിക്കുന്നത്? ചെറിയൊരു പേടി അവളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് രാത്രി അമാരയ്ക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. അവളങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന ആ സമയത്ത് തന്നെ മരിച്ചു പോയിട്ടുള്ള ഇവളുടെ ഉപ്പയായിട്ടുള്ള ജലീലിന്റെ സൗണ്ട് ഇവൾ കേൾക്കുന്നു. പല വാതിലുകളും അവൾ തുറന്നു നോക്കി, പക്ഷെ ആരെയും എവിടെയും കാണുന്നില്ല. പിന്നീട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഉമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കാണല്ലോ. അപ്പൊ അമാരയും
റിഹാനയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ കാറിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതൊരു പഴയ കാറായിരുന്നു. അവള് പാർക്ക് ചെയ്തപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് റുത്തിയും കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ട് ഇവളെ കളിയാക്കുന്നുണ്ട്. അയ്യേ, ഈ ഒരു പഴഞ്ചൻ കാറിലാണോ നീ വന്നിരിക്കുന്നത്? പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അമാര ക്ലാസ്സിലേക്ക് പോകുന്നു. കാട്ടുകോഴിയായിട്ടുള്ള റിയാനാണെന്നുണ്ടെങ്കിൽ പുതിയ ഹെൽമെറ്റും മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് മിണ്ടാനായിട്ട് വരുമ്പോൾ അവനെയും അവള് മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയ്ക്ക് അഹങ്കാരം നല്ലതല്ല എന്നും പറഞ്ഞിട്ട് റുത്തിയും കൂട്ടുകാരും കൂടി ഒരു പണി ഒപ്പിക്കാനായിട്ട് പോവുകയാണ്. ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന അമാരയുടെ പിന്നാലെ അവരും പോയിട്ട് ഇവളെ ബലമായി അവിടെ പിടിച്ചു വെക്കുന്നു. എന്നിട്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് അവളുടെ മുഖത്തൊക്കെ കുത്തി വരയ്ക്കുന്നു. ഒരു ഫോട്ടോയും എടുക്കുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അഴുക്കുവെള്ളം ഇവളുടെ മേലേക്ക് ഒഴിച്ചിട്ടാണ് അവർ പോകുന്നത്. അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മുടെ അമാര ക്ലാസ്സിലേക്ക് എത്തുന്നത്. പക്ഷെ അപ്പോഴേക്കും എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടീച്ചറായിട്ടുള്ള റഷീദ് ഇപ്പോ നമ്മുടെ അമാരയെ വഴക്ക് പറയുകയും ക്ലാസ്സിനെ പുറത്താക്കുകയും ചെയ്യുകയാണ്. ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്ന അമാരയ്ക്ക് ഇപ്പൊ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ അവളുടെ കൈയൊക്കെ ഇപ്പൊ ഭിത്തിയിൽ ഇടിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ ഒരു ബെരിമാനിൻ എന്ന് പറയുന്ന ആ ഒരു അജ്ഞാത ശക്തി ക്ലാസ് റൂമിലിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മുട്ടിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാവരും പരീക്ഷ എഴുതുമ്പോൾ മുട്ടിയ എന്ന് പറയുന്ന പെൺകുട്ടി മാത്രം എന്തുകൊണ്ട് പേടിച്ച് കരയുന്നു. അതിനുശേഷം ഇവളുടെ കയ്യിലുണ്ടായിരുന്ന പേന ഉപയോഗിച്ച് ഇവള് സ്വയം മുറിവേൽപ്പിക്കുന്നു. അതോടുകൂടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ കഥ കഴിഞ്ഞു. നേരത്തെ അമാരയെ കളിയാക്കുന്നവരുടെ കൂട്ടത്തില് റിയാനും ഉണ്ടായിരുന്നു. അവനും ഇപ്പോൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ശേഷം ബാത്റൂമിലേക്ക് പോയിട്ട് അവൻ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മുഖം കഴുകിയിട്ട് തിരികെ പോകാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു ഡോറ് പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ കണ്ണാടിയിൽ ഇപ്പോഴും അവന്റെ രൂപം നമുക്ക് കാണാം. താൻ ഇഷ്ടപ്പെടാത്തവരെ എന്തായാലും ബെരിമാനിൻ എന്ന് പറയുന്ന ആ ഒരു അജ്ഞാത ശക്തി തീർക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അമാരയാകട്ടെ റിയാനെ രക്ഷിക്കാനായിട്ട് ഈ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ തല തല്ലി തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ച അമാരയാകട്ടെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. വരാന്തയിൽ വെച്ച് അവൾ വീണ്ടും വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൊമിറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ കറുത്ത തരത്തിലുള്ള എന്തോ ഒരു ദ്രാവകമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. വളരെ വിഷമിച്ച് നമ്മുടെ അമാര വീട്ടിലേക്ക് പോകുന്നു. റിഹാനയുടെ കാര്യമൊന്നും അവളപ്പോ ഓർത്തതേയില്ല. വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഖദീജയാകട്ടെ ഉമ്മയോട് സോറിയൊക്കെ പറയുന്നു. ഈ സമയം അപ്പാപ്പനായിട്ടുള്ള ഉസ്മാനും വീട്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നോവൽ എഴുതുന്നതിന്റെയൊക്കെ തിരക്കിലാണ്. അപ്പോഴാണ് റിഹാന വീട്ടിലേക്ക് എത്തുന്നത്. ചേച്ചിയോട് അവള് വളരെയധികം ദേഷ്യപ്പെടുന്നു. എന്നെ കൂട്ടാതെ നീ എന്താണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത പറച്ചില്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അമാരയ്ക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഇവള് ആരെ ഇഷ്ടപ്പെടാതിരിക്കുന്നോ അല്ലെങ്കിൽ ഇവള് ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ഈ ഒരു അജ്ഞാത ശക്തി വന്നിട്ട് തീർത്ത് കളയും. പേടിച്ചേരണ്ട നമ്മുടെ അമാരയാകട്ടെ ഗ്രാമവാസികൾ നേർച്ച വെക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് ഈ ഒരു ബെരിമാനിനെ എങ്ങനെ തിരികെ പറഞ്ഞയക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആരും ഇവളെ സഹായിക്കുന്നില്ല. അങ്ങനെ ന്യായിയാണ് ഇപ്പോ ബെരിമാനിൻ എന്താണെന്ന് കറക്റ്റായിട്ട് അമാരയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ തന്നെ ഈ ഒരു ബെരിമാനിൻ വന്നിട്ട് പ്രലോഭിപ്പിക്കും. അതാണ് ഇപ്പൊ നമ്മുടെ അമാരയ്ക്കും പറ്റിയ അബദ്ധം. രൂപം മാറി മരിച്ചവരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക, മനസ്സിൽ ഭ്രമങ്ങളും മായക്കാഴ്ചകളും സൃഷ്ടിക്കുക, ആളുകളെ നിയന്ത്രിച്ച് അപകടകരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഭയവും ദുഃഖവും ഉപയോഗിച്ച് കൂടുതൽ ശക്തനാകുക. ഇതൊക്കെയാണ് ബെരിമാന്യന്റെ കുസൃതികൾ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ റിഹാനയുടെ ദേഹത്ത് ഇപ്പോൾ ബെരിമാന്യം കയറിയിട്ടുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശനെയൊക്കെ ഉപദ്രവിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന അമാരയാകട്ടെ റിഹാനയെ രക്ഷിച്ച് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഇവളുടെ മുത്തച്ഛനായിട്ടുള്ള ഉസ്മാന്റെ ദേഹത്തേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് ആ ഒരു ബെരിമാന്യൻ എന്ന് പറയുന്ന അജ്ഞാത ശക്തി. അമാരയ്ക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴേക്കും കട്ടിലിൽ വയ്യാണ്ട് കിടക്കുന്ന ഖദീജ എന്ന് പറയുന്ന ഇവരുടെ ഉമ്മ എഴുന്നേറ്റ് വരുന്നു. അവരുടെ ദേഹത്തേക്കും ഈ ഒരു ബെരിമാന്യൻ കയറുന്നുണ്ട്. പെട്ടെന്ന് അവിടെ കരണ്ട് പോകുന്നു. പിന്നീട് കണ്ണു തുറന്നു നോക്കുന്ന അമാരയ്ക്ക് അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അവക്ക് ഉറപ്പായിരുന്നു ബെരിമാന്യൻ എന്ന് പറയുന്ന ഒരു അജ്ഞാത ശക്തി ആ ഒരു കിണറ്റിന്റെ കരയിലേക്കായിരിക്കും അവരെ എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നത്. അത് സത്യമായിരുന്നു. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവളുടെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും ആ ഒരു കിണറ്റിന്റെ വക്കിൽ നിൽക്കുന്നുണ്ട്. അവരെ അപ്പം തന്നെ അമാര രക്ഷിക്കുന്നു. ശേഷം ആ ഒരു ബെരിമാനെ നോക്കിയിട്ട് നിനക്ക് എന്നെയല്ലേ വേണ്ടത് എന്നും പറഞ്ഞിട്ട് അമാര ഇപ്പോൾ ആ ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. അമാര മരിച്ചു പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നാട്ടുകാരും എല്ലാവരും വന്നു. എന്നിട്ട് അമാരയെ ആ ഒരു കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി. അമാരയും ആ ഒരു ഗ്രാമവാസികളും ചേർന്ന് ബെരിമാനിനെ തടയാനായിട്ട് പഴയ കിണറിനരികിൽ ഒരു ചടങ്ങ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കിണറാണ് ആ ഒരു ദുഷ്ടശക്തിയുടെ പ്രധാന കേന്ദ്രം. ചടങ്ങിനിടെ ബെരിമാനിൻ പലരെയും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അമാരയെ വീണ്ടും അച്ഛന്റെ രൂപത്തിൽ വഞ്ചിക്കാനായിട്ട് ആ ഒരു ബെരിമാനിൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അമാര ആ ഒരു മായക്കാഴ്ചയിൽ വീഴുന്നില്ല. അവൾ അവളുടെ അച്ഛന്റെ മരണം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രാമവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു കിണർ വീണ്ടും അടച്ചു. ഖദീജയും മക്കളും ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പാപ്പനായിട്ടുള്ള ഉസ്മാനെ വിളിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്റെ നോവൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്.
അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ചേർന്ന് ആ ഒരു വീട്ടിൽ നിന്നും ആ ഒരു ഗ്രാമത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പോകുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഇവരെ ഭയങ്കര കാര്യമാണ്. എല്ലാവരും ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം അവസാനിച്ചെന്ന് നമ്മൾ കരുതുന്ന ആ ഒരു സമയത്താണ് സിനിമയുടെ അവസാന ട്വിസ്റ്റ് വരുന്നത്. ആ വീട്ടിലിരിക്കുന്ന നമ്മുടെ ഉസ്മാൻ അങ്കിളിന്റെ അടുത്തേക്ക് ഇപ്പോ ബെരിമാനൻ എന്ന് പറയുന്ന ആ ഒരു സത്വം വരുന്നു. പുള്ളിക്കാരന്റെ കഥ അതോടുകൂടി തീർന്നു. ബെരിമാനിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് കഴിയില്ല. താൽക്കാലികമായിട്ട് മാത്രമേ അതിനെ തടയാൻ കഴിയൂ. മരിച്ചവരെ തിരികെ വിളിക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹവും ദുഃഖവും ഉപയോഗിച്ചാണ് അത് ശക്തി നേടുന്നത്. അതിനാൽ തന്നെ മനുഷ്യർ അത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നിടത്തോളം കാലം ബെരിമാനിനെ പോലുള്ള ദുഷ്ടശക്തികൾ വീണ്ടും മടങ്ങിയെത്തുന്ന ഒരു സന്ദേശമാണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നത്. 2018 പുറത്തിറങ്ങിയിട്ടുള്ള സിസാത്ത് എന്ന് പറയുന്ന ഒരു കിടിലൻ ഇന്തോനേഷ്യൻ ചിത്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.